പാപം പിടിഞ്ഞ് പരിശുദ്ധതയുടെ പരിവേഷം നൽകാൻ യേശു ഇന്നും എന്നും നമ്മോടൊപ്പമുണ്ട്. ആ തിരിച്ചറിവിന് മനമേകുന്നവർ ദൈവമക്കൾ എന്നറിയപ്പെടും. യേശുവിന്റെ തേജസ് ഏറ്റുവാങ്ങി ആ കൃപയും സത്യവും നിറഞ്ഞവരായി നമുക്ക് ക്രിസ്തു യേശുവിൽ ഒന്നാകാം. ഇവൾ പാവനയാവുന്നു. അവളെ കല്ലെറിഞ്ഞു കൊല്ലണം. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. സമയം പോകാതെ ഇറങ്ങി വരിക. ഞാൻ ഇന്ന് നിന്റെ ഭവനത്തിലാണ് താമസിക്കുന്നത്. ഇവൻ പാപിയുടെ വീട്ടിലാണ് അതിഥിയെ താമസിക്കുന്നത്. കർത്താവേ, എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാമേ. ഞാൻ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കാമേ. ഇന്ന് നിന്റെ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രഹാമിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. കേട്ടോ കട്ടനിടാതെ അതേനെ പുരുഷന്മാരെ ഇവിടെ ശ്രദ്ധിക്കൂ. ഈ ഋതുവായി എന്തു പറയാനാണ് പോകുന്നത്? ഇവൻ അന്യദൈവങ്ങളെ പറ്റി പ്രസംഗിക്കാൻ വന്നവനാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളിൽ അജ്ഞാത ദേവൻ എന്നെഴുതിയിട്ടുള്ള ഒരു ബലിപീഠം ഞാൻ കണ്ടു. നിങ്ങൾ തിരിച്ചറിയാതെ ആരാധിക്കുന്ന ആ ദേവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു യേശുവാണ്. അവനിൽ നാം എല്ലാവരും ഒന്നത്ര. ആ സത്യം തിരിച്ചറിഞ്ഞ പൗലോസാണ് ഞാൻ. നിങ്ങളും അവനിൽ വിശ്വസിക്കുക. ഞങ്ങളെ അത്ര അധികം സ്നേഹിക്കുന്ന യേശുവിൽ ഞങ്ങൾക്കും ഒത്തുചേരണം. യേശുവിനെ പറ്റി പറയൂ, ഞങ്ങൾക്കത് കേൾക്കണം. ഈ പള്ളി പോണ്ട, ഈ എൻട്രൻസ് കോച്ചിങ്ങിൽ പോയാൽ ഞാനാണ് ഫീസ് എണ്ണി കൊടുക്കുന്നത്. സ്പെഷ്യൽ റിഡക്ഷൻ ഉണ്ട്. ആദ്യം ചെല്ലുന്ന 100 പേർക്ക് ഗോൾഡ് കിട്ടും. ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ അവരെ തടയുന്നത്. ക്രിസ്തു യേശുവിന് യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല.
ഇടുവോ